ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. അനിൽ കല്ലിയൂരിനെ യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ഗൺമാന്റെ നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ഗൺമാനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിന്റെ രണ്ടാം ദിവസമായ ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ മർദ്ദിച്ചത്. നവകേരള ബസിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരെ മറികടന്നെത്തിയ അനിൽ KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ മർദ്ദിക്കുകയായിരുന്നു. അരൂർ CI സാബുവിനും അനിലിന്റെ മർദ്ദനത്തിനിടെ പരിക്കേറ്റു. നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. മർദ്ദനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ ഗൺമാൻ അനിൽ, എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടിന് കാവലേർപ്പെടുത്താൻ തിരുവനന്തപുരം കമ്മീഷണർ നിർദ്ദേശം നൽകി. എന്നാൽ മർദ്ദനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു. ഇന്നലെ ഒരിടത്ത് വാഹനത്തിന്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ഗൺമാനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇവിടെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എല്ലാവരെയും അടിച്ചത്. ഗൺമാനെ മർദ്ദിക്കാൻ എന്താ അവകാശം? ഗവൺമെന്റ് പേരിലാണ് കേസെടുക്കേണ്ടത്. കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് ഗവൺമെന്റ് പേരിൽ. റിപ്പോർട്ടർ, ആലപ്പുഴ.